ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമ്മുടെ കിച്ചണിൽ വെണ്ടക്കായം കൊണ്ട് ഒരു അടിപൊളി കൂട്ടാൻ തയ്യാറാക്കാം. അതായത് കൂട്ടാനല്ല, ഒരു ഉപ്പേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ രുചികരമായ ഒരു ഉപ്പേരിയാണ്. അതായത് നമ്മൾ ഉപ്പേരി എന്ന് പറയും, മെഴുക്കുവരട്ടി എന്ന് പറയും. വളരെയേറെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെണ്ടക്കായം കൊണ്ട് തയ്യാറാക്കുന്നത്. ഈ ഒരു കൂട്ടാൻ, അതായത് ഈ ഒരു മെഴുക്കുവരട്ടി മതി നമുക്ക് ധാരാളം ചോറിനാട്ടോ. അത്രയ്ക്ക് രുചികരമായ ഈ ഒരു മെഴുക്കുവരട്ടി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ഒരു കപ്പലണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കപ്പലണ്ടി, ഒരു 1/4 കപ്പോളം കപ്പലണ്ടി ഉണ്ട്. അതായത് നമ്മുടെ കടല, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന കടലയില്ലേ, അതാണ്. അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണയിൽ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കപ്പലണ്ടി ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ഞാനിവിടെ വെണ്ടക്കായ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഈ വെണ്ടക്കായ നമുക്ക് ഈ ഓയിലോട്ട് ഒന്ന് എല്ലാം ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വീണ്ടും ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ വെണ്ടക്കായ ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. വെണ്ടക്കായ എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് സെയിം കടായിൽ നമുക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു ടീസ്പൂൺ നമ്മുടെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ ഇവിടെ ചെറിയൊരു മീഡിയം സൈസുള്ള സവോള ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തീരെ കുഞ്ഞൊരു സവോള, അതും ചേർത്ത് ഒരു പച്ചമുളകും കൂടെ കീറി അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു വത്തലമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വത്തലമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടക്കായ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ പൊരിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ചെറുകി വെച്ച ഫ്രഷ് ആയിട്ടുള്ള നാളികേരം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 3 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ലാസ്റ്റ് നമ്മൾ ഇട്ടതിന് ശേഷം ആ ഒരു പച്ച ഫ്ലേവർ വരുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു വെണ്ടക്കായ മെഴുക്കുവരട്ടി റെഡി ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെണ്ടക്കായ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. നമുക്ക് സെർവിങ് ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന ഈ ഒരു മെഴുക്കുവരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.